ഗൈസ് 2014 മോഡൽ ഒരു കിഡിലിന് ഫോർച്യൂണർ ഞാൻ കൊടുക്കുന്നുണ്ട്. മാനുവൽ ഗിയർ ആണ് വരുന്നത്, 4-wheel ഡ്രൈവ് ആണ് വരുന്നത്. അപ്പോൾ വണ്ടി അതർ സ്റ്റേറ്റ് ആണ്, ഇപ്പൊ കേരളയാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിന് ഇൻഷുറൻസ് IDV എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 11 ലക്ഷം ഉണ്ട്. സോ ഈ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ പറഞ്ഞുതരാം. നല്ല ടയർ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ എല്ലാം പക്കയാട്ടോ. വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്നത്. ബോഡി നല്ല ക്ലിയർ ആണ്. വേറെ മേജർ ആയിട്ടുള്ള റീപെയിൻസ് കാര്യങ്ങളൊന്നും അധികം കാണുന്നത്. റീപെയിന്റ് ഉണ്ട്, ചെറിയ ബമ്പറിലൊക്കെ ചെറിയ റീപെയിന്റ് വന്നിട്ടുണ്ട്. എന്നാലും ബോഡി ലെവലൊക്കെ സൈഡ് ബോഡിയൊക്കെ നോക്കുമ്പോൾ വളരെ പക്കയാണ്. അതായത് ബോഡിയുടെ എന്താ പറയാ, ഒരു ഒലച്ചിൽ പോലെയുള്ള സംഭവങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടി ഇപ്പോൾ വാഷ് ചെയ്തിട്ട് നല്ല ക്ലിയർ ആയിട്ടാണ് കൊണ്ടുവന്ന് നിങ്ങളെ കാണിക്കുന്നത്. സോ ഈ യൂട്യൂബ് വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വേറെ ഫിൽറ്ററും കാര്യങ്ങളൊന്നും അധികം ഇടാതെയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ പറ്റുന്നത്. അപ്പോൾ റീല് കണ്ടിട്ട് നിങ്ങൾക്ക് വണ്ടിയുടെ ഫുൾ വാക്ക് അറൗണ്ട് കാണുന്നുള്ളവരായിരിക്കും ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവുക. സോ വണ്ടിയുടെ ഇന്റീരിയർ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാം. ഇലക്ട്രിക്കൽ സീറ്റ് കറക്റ്റ് വർക്കിംഗ് ആണ്. പിന്നെ LCD സ്ക്രീൻ അവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിലൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിംഗ് ആണ് അതിന് ചുറ്റും കൊടുത്തിട്ടുള്ളത്. മാനുവൽ ആണ് വരുന്നത്, 4-wheel ഡ്രൈവ് വരുന്നത്. അപ്പോൾ 4-wheel ഡ്രൈവ് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് പറ്റുന്ന വണ്ടിയാണ്. ഇലക്ട്രിക്കൽ മിറർ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും വണ്ടിയുടെ പക്കയാണ്. സ്റ്റിയറിംഗിന് ചെറിയ വുഡൻ ഫിനിഷ് ഇവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്റീരിയറിൽ മൊത്തം വണ്ടി നീറ്റായിട്ട് തന്നെയാണ് വണ്ടി കാണിക്കുന്നത്. ഇനി റിയർ സീറ്റിലേക്ക് വരാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല നീറ്റാണ്. ഫോർച്യൂണറിന്റെ ഒരു ലൈറ്റ് ഇത് ഇവിടെ അടിയിൽ ഒരു ഫോർച്യൂണർ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. റൂഫ് കാണിച്ചു കൊടുത്ത റൂഫ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇവിടെ ഫോർച്യൂണറിന്റെ. പിന്നെ 70 മാറ്റ് കയറ്റിയിട്ടുണ്ട് വണ്ടിക്ക്. അപ്പോൾ മൊത്തത്തിൽ അവർ പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പേഴ്സണൽ യൂസ് വണ്ടികൾ മാത്രമാണ് നമ്മൾ ചെയ്യാറ്. അധികം ഡീലേഴ്സിന്റെ വണ്ടികൾ, കച്ചവടക്കാരുടെ വണ്ടികളൊന്നും നമ്മൾ ചെയ്യാറില്ല അധികം. അപ്പോൾ പേഴ്സണൽ യൂസ് ആകുമ്പോൾ എന്താ ഗുണമെന്നുണ്ടെങ്കിൽ ഡീലേഴ്സിന്റെ വണ്ടി ഭയങ്കര മോശമായിട്ട് ഞാൻ പറയുന്നതല്ല, പക്ഷെ പേഴ്സണൽ യൂസ് വണ്ടിക്ക് ഒരു ബെനിഫിറ്റ് എന്തായാലും ഉണ്ടാവും. കാരണം അവരിതും എന്തെങ്കിലും കാശ് ചിലവാക്കുക കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരത് ആത്മാർത്ഥമായിട്ട് അവരുടെ വീട്ടിലൊരു അംഗത്തെ പോലെ നോക്കുന്നതായിരിക്കും. അതാണ് പേഴ്സണൽ യൂസ് വണ്ടിയുടെ ഏറ്റവും വലിയ ഗുണം. ഇതിന്റെ ഇൻഷുറൻസ് വാല്യൂ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 11 ലക്ഷം ഇൻഷുറൻസ് വാല്യൂ അവൈലബിൾ ആണ് വണ്ടിക്ക്. 4th ഓണർഷിപ്പ് ആയിട്ടുണ്ട് കേട്ടോ വണ്ടി. പക്ഷെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, അതായത് 4th ഓണർ അതിൻ്റെതായിട്ടുള്ള കുറവൊന്നും വണ്ടിക്ക് ഇല്ല. മെക്കാനിക്കലി വണ്ടി എല്ലാം പെർഫെക്റ്റ് ആണ്. വണ്ടി കാണാൻ ഭയങ്കര രസമാണ്. അപ്പൊ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ ഇതിന്റെ റേറ്റും മറ്റു ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവരെല്ലാവരും വാട്സാപ്പിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി കാണാൻ ഞാൻ സൗകര്യം ചെയ്തു തരാം. അപ്പൊ തൃശ്ശൂർ ടൗണിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ മാറിയിട്ടുള്ള ലൊക്കേഷനിലാണ് വണ്ടി വരുന്നത്. പൂമലയ്ക്ക് അടുത്താണ് വണ്ടി ലൊക്കേഷൻ വരുന്നത്, പാർട്ടിയുടെ വീട് വരുന്നത്. അപ്പൊ അവിടെ പോയാൽ നമുക്ക് വണ്ടി കാണാം. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ വണ്ടി പർച്ചേസ് ചെയ്യാം. സോ ഇതേപോലെയുള്ള പുതിയ പ്രീമിയം കാറുകൾക്ക്, അല്ല പുതിയതല്ല, നമ്മൾ യൂസ്ഡ് ആണ് ചെയ്യണേ, യൂസ്ഡ് പ്രീമിയം കാറുകൾ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.